ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജാനകിയും അഭിയും കൂടി അമ്മ ഇനി വന്നാൽ കാര്യത്തിന് വല്ല തീരുമാനമാവുള്ളൂ എന്നുള്ള കാര്യം പറയാം. അപ്പോൾ അഭി ഇത് ജാനകിയോട് പറയുമ്പോൾ ജാനകിക്ക് എന്ത് വില കൊടുത്തും തമ്പിയെ ശിക്ഷിച്ചേ പറ്റൂ. അതുകൊണ്ട് തന്നെ ജാനകി പറഞ്ഞു, നിരഞ്ജനോട് വിളിച്ച് പറ, അമ്മ മൊഴി കൊടുക്കാൻ കോടതിയിലേക്ക് വരുമെന്ന്. അഭിയുടെ ധൈര്യമായിട്ട് പറഞ്ഞോളാം പറഞ്ഞു. പക്ഷെ ഇത് അമ്മയോട് സംസാരിക്കണ്ടേ ജാനകി എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അമ്മയെ കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ജാനകി നേരെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുക. അവിടെ ചെന്ന് അമ്മയുടെ കാലയിലേക്ക് അങ്ങ് വീണു. അപ്പോൾ അമ്മ ഞെട്ടിപ്പോയി. ഇങ്ങനെ ജാനകി വന്ന് കാല് പിടിക്കുന്നത് കണ്ടപ്പോൾ മോളെ ഇങ്ങനെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് അമ്മയും ആകെ ധർമ്മസങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുക. ഞാൻ തോറ്റു പോയാൽ പിന്നെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല അമ്മയെന്ന് ജാനകി അമ്മയോട് പറയൂ കേട്ടോ. ആ അമ്മ ഇങ്ങനെ നിസ്സഹായമായിട്ട് നോക്കി ഇങ്ങനെ നിൽക്കുവാണ്. അമ്മയ്ക്ക് മാത്രമേ ഈ മോളെ രക്ഷിക്കാൻ കഴിയുള്ളൂ എന്നും ജാനകി അമ്മയോട് പറയുന്നു. അപ്പോൾ സുഖമില്ലാതെ നീ എന്തൊക്കെയാണ് മോളെ ഈ കാണിക്കുന്നതെന്ന് അമ്മ അന്നേരം ജാനകിയോട് ചോദിച്ചു. അതൊക്കെ കേട്ട് ജാനകി നിന്നങ്ങ് കരയുക. അങ്ങനെ തൻ്റെ അവസ്ഥകളെല്ലാം പറയുവാണ്. ഇതൊക്കെ കേട്ടപ്പം നീ എന്താ ഈ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, അമ്മ എന്താ ഇപ്പം മോൾക്ക് വേണ്ടി ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ കേസിൽ തോറ്റു പോകും അമ്മയെന്ന് ജാനകി അമ്മയോട് പറയുവാണ്. അങ്ങനെ തോറ്റു പോകാതിരിക്കണമെങ്കിൽ സാക്ഷികളിൽ ഒരാൾ കാല് മാറിയ സാഹചര്യത്തിൽ മറ്റൊരാൾ ഇന്നലെ രാത്രി മരണപ്പെട്ടു. അപ്പോൾ അമ്മ തന്നെ വരണമെന്നുള്ള കാര്യങ്ങൾ ജാനകി ഇങ്ങനെ പറയുക. അപ്പോൾ എനിക്ക് തമ്പിയെ വെറുതെ വിടാൻ കഴിയില്ല എന്നും പറഞ്ഞു. അങ്ങനെ അമ്മയോട് പറയുമ്പോൾ അമ്മയുടെ ജീവിതം ചവിട്ടി അരച്ചവനെ വെറുതെ വിടാൻ എനിക്ക് കഴിയില്ല അമ്മയെന്ന് തന്നെ പറഞ്ഞു. അയാൾക്ക് ശിക്ഷ വാങ്ങിച്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അമ്മയുടെ ഈ മകൾ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നും ജാനകി അമ്മയോട് പറയും. അമ്മ ഇതൊക്കെ കേട്ട് ഇനി അന്തം വിട്ട് നിൽക്കുക കേട്ടോ. എന്ത് പറയണമെന്നറിയാതെ. അമ്മ ആഗ്രഹിക്കുന്നത് എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. കേസും വഴക്കും ഒന്നും വേണ്ട എന്ന് തന്നെയല്ലേ എന്ന് ജാനകി അമ്മയോട് ചോദിക്കുക കേട്ടോ. പക്ഷേ എനിക്കങ്ങനെ ജീവിക്കാൻ പറ്റില്ല അമ്മയെന്ന് ജാനകി പറഞ്ഞു. ഇനിയുള്ള കാലം സമാധാനത്തോടെ ജീവിക്കാൻ അല്ലേ അമ്മ ആഗ്രഹിക്കുന്നതെന്നൊക്കെ ചോദിക്കുക. അയാൾ ഈ ലോകത്ത് ഉള്ളപ്പോൾ എനിക്ക് ജീവിക്കാൻ പറ്റില്ല അമ്മ. അങ്ങനെ അയാളുടെ മകളായി ഈ ലോകത്ത് ജീവിക്കാൻ തമ്പി എന്നെയും അനുവദിക്കില്ല എന്ന് ജാനകി അമ്മയോട് പറയുക. അപ്പോൾ അതൊക്കെ കേട്ടിങ്ങനെ വല്ലാത്തൊരിതിലിങ്ങനെ നിൽക്കുവാണ്. ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്നും അയാൾക്കൊരു ഭീഷണി തന്നെയാണെന്നും ജാനകി അമ്മയോട് പറയുവാണ്. തനിക്കൊരു മോള് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് നടക്കുന്നവനാണ് തമ്പിയെന്നും അയാളുടെ മകളാണ് ഞാനെന്നറിഞ്ഞാൽ അപർണ അത് പൊറുക്കില്ല എന്ന് തമ്പിക്ക് നന്നായിട്ട് അറിയാമെന്നും ജാനകി പറയുവാണ്. അതിന് അയാൾക്ക് ചെയ്യാൻ കഴിയുന്നത് എന്നെ ഇല്ലാതാക്കുക എന്നുള്ളത് മാത്രമാണെന്നും അത് അയാൾ ചെയ്യുമെന്നും ജാനകി അമ്മയോട് പറയുക. അതിനു മുൻപ് അയാളെ ജയിലിൽ അടയ്ക്കണോ അമ്മേ, അതിന് അമ്മയ്ക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന് ജാനകി അമ്മയോട് പറയുന്നത് കേട്ടുകൊണ്ട് അഭി അങ്ങോട്ടേക്ക് വരും. ഇവർ തമ്മിൽ എന്ത് തീരുമാനത്തിലെത്തിയെന്നറിയാൻ അഭിയുടെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ ഇടിച്ചുകൊണ്ടേയിരിക്കും. അമ്മ എന്ത് പറയും, അമ്മ എന്ത് ഉത്തരവാണ് കൊടുക്കാൻ പോകുന്നത്, നമ്മുടെ തീരുമാനം എന്താണെന്നൊക്കെ. ആ സമയത്ത് ഞാൻ എങ്ങനെയാണ് മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ വന്ന് ചോദിക്കുമ്പോൾ അമ്മ ജഡ്ജിൻ്റെ മുന്നിൽ മൊഴി കൊടുക്കണമെന്ന കാര്യം ജാനകി അമ്മയോട് പറയണം. ആ അമ്മയാണെങ്കിൽ ചെകുത്താനും കടലിനും നടുവിലായുള്ള ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. പെറ്റീഷനിൽ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് അമ്മ പറഞ്ഞാൽ മാത്രം മതിയെന്നുള്ള കാര്യങ്ങൾ ജാനകി ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ജാനകി അത് പറഞ്ഞപ്പോഴേക്കും അഭി അങ്ങോട്ടേക്ക് വന്നു. അമ്മ ഒരുപാട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണെങ്കിലും കേസിൽ ഒരു തുമ്പുണ്ടാക്കാൻ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും അമ്മേ. സത്യം എന്തായാലും വിജയിക്കും. അതിനുവേണ്ടി നിരഞ്ജനയുടെ അച്ഛനൊക്കെ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ടെന്നുള്ള കാര്യം അഭി പറയാം. അമ്മ വരുന്നത് ജഡ്ജിൻ്റെ മുന്നിലേക്കാണെന്നും ആ മുറിയിൽ ജഡ്ജ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന കാര്യങ്ങളും നമ്മുടെ അഭി ഇങ്ങനെ പറയാം. അന്നേരമാണ് അമ്മയ്ക്കൊരു സമാധാനമായത്. അമ്മയോട് അധികമൊന്നും ജഡ്ജി ഒന്നും ചോദിക്കില്ല. പരാതി വായിച്ചിട്ട് ഇതിൽ പറയുന്നത് സത്യമാണോ എന്ന് മാത്രമേ ചോദിക്കുകയുള്ളൂ എന്ന കാര്യവും പറഞ്ഞു. അമ്മ ആകെ ധർമ്മസങ്കടത്തിൽ നിൽക്കുക. അതെ എന്ന് അമ്മ പറഞ്ഞാൽ നടപടികളെല്ലാം അതോടുകൂടി തീർന്നമ്മേ, മറ്റൊന്നും അമ്മ പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ അഭി ഇങ്ങനെ പറയുക. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. പിന്നെ അമ്മ ഈ മോൾക്ക് വേണ്ടി അമ്മ അത്രയെങ്കിലും ഒന്ന് ചെയ്യാമെന്ന് പറഞ്ഞ് ജാനകി അമ്മയുടെ കയ്യേൽ പിടിച്ചിങ്ങനെ യാചിക്കുന്നു. അപ്പോൾ അമ്മ സമ്മതിച്ചു, അമ്മ വരാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് അഭിക്കും ജാനകിക്ക് ശ്വാസം നേരെ വീണത്. അമ്മയെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അവർ രണ്ടുപേരും കൂടി പോകും കേട്ടോ. ഈ സമയത്ത് തമ്പിയും അപർണയും അവിടെ അട്ടഹാസിച്ച് ഇങ്ങനെ നിൽക്കുക. കണ്ടോടി മോളെ. ഈ ഒരു സന്തോഷം കാണാൻ അവരുണ്ടല്ലോ, അവരുടെ പെണ്ണു കൂടെ ഇല്ലാത്തതിൻ്റെ സങ്കടം എനിക്കുള്ളൂ എന്ന് പറയാം. വല്ല പുതിയ സാക്ഷിയെയും രംഗത്തിറക്കാനുള്ള പരിപാടിയാണോ അച്ഛാ എന്ന് അപർണ ചോദിക്കുമ്പം എന്ത് സാക്ഷി, എവിടുത്തെ സാക്ഷി, അതിനെങ്ങനെ അവർക്ക് കഴിയോടി മോളെ, അല്ലെങ്കിൽ അവൻ കൊണ്ടുവരട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അഭി ദേ കയറി വരുന്നു. അഭിയുടെ ഒപ്പം അമ്മയും ഉണ്ട്. അങ്ങനെ അവർക്ക് മുന്നിലേക്ക് ഇവർ ചെല്ലുവാണ്. അപ്പോൾ അമലും സക്കീർബായും ഒക്കെ നിൽപ്പുണ്ട്. അപ്പോൾ അഭി വന്നിട്ട് ചോദിച്ചു, എല്ലാം വേണ്ടുന്നത് പോലെ ചെയ്യാൻ കഴിഞ്ഞല്ലോ അല്ലേ സക്കീർബായി? അപ്പോൾ എല്ലാം സെറ്റാണ്. ഉണ്ണിത്താൻ സാറ് വന്നിട്ട് പോയിട്ടുണ്ടെന്ന കാര്യം സക്കീർബായി പറയാം. അമ്മയെ കണ്ടു കഴിഞ്ഞാൽ തമ്പി വരണ്ട് ഓടുമെന്ന് ഉറപ്പാണെന്ന് പറഞ്ഞ് ഇവരിങ്ങനെ നിൽക്കുമ്പോഴാണ് നിരഞ്ജന ഓടി കതച്ച് അങ്ങോട്ടേക്ക് വരുന്നതും അമ്മയെ കാണുന്നതും.
അമ്മേ എന്നും പറഞ്ഞ് അമ്മയുടെ കൈയൊക്കെ ചേർത്ത് പിടിച്ച് അമ്മ പേടിക്കണ്ട കേട്ടോ, അമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ടും വരില്ല കേട്ടോ എന്നും നിരഞ്ജന അമ്മയോട് പറയാം. ജഡ്ജിയുടെ ചേംബറിൽ വെച്ച് രഹസ്യമായിട്ടാണ് മൊഴിയെടുക്കുന്നതെന്നും ജഡ്ജ് മാത്രമേ അവിടെ ഉണ്ടാവുകയുള്ളൂ എന്ന കാര്യങ്ങളും നമ്മുടെ നിരഞ്ജന പറയാം. നമുക്ക് ഈ കേസ് ജയിക്കണം അമ്മേ, തമ്പിയുടെയും മകളുടെയും അഹങ്കാരം നമുക്ക് ഇല്ലാണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞു. അമ്മേ മനസ്സിലാവുന്നുണ്ടോ അമ്മേ ഞാൻ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് അമ്മ ഇങ്ങനെ പറയാം. എന്തായാലും തൽക്കാല ആശ്വാസമായിട്ട് അവരങ്ങനെ അവിടെ നിൽക്കുമ്പോൾ തമ്പിയുടെയും അവരുടെ അടുത്തേക്ക് അജയ് വന്നു. എടാ മോനെ, അവി എങ്ങോട്ടായിരിക്കൂടെ കാർ എടുത്തുകൊണ്ട് പോയതെന്ന് ചോദിക്കുമ്പം നമ്മളിനി അത് നോക്കേണ്ട കാര്യമില്ല, വിധി അതാണ് നമ്മുടെ മുന്നിലുള്ള ഏക ലക്ഷ്യം. അപ്പോൾ അതെ, അതൊന്ന് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുറച്ച് കളി കളിക്കാനെന്ന് അപർണ പറയുമ്പോൾ നീ കളിച്ചോടി മോളെ, അതിനുള്ള കോർട്ടല്ലേ അച്ഛൻ തയ്യാറാക്കിയിട്ടിരിക്കുന്നത്. എന്തായാലും അവളുടെ വിധി ഇങ്ങനെ ആയി പോയല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ എനിക്കുള്ളൂ എന്ന് ഈ തമ്പി പറഞ്ഞിരിക്കുന്നു. തമ്പിയോടാണ് അവരുടെ കളിയെന്നും പറഞ്ഞ് ഇവരിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ദേ വരുന്നു രാധാമണി വാരസ്യാർ തമ്പിയുടെ മുന്നിലേക്ക്. ഇത്രയും നേരം അട്ടഹസിച്ച തമ്പിയുടെ കാറ്റ് ദേ പതുക്കെ അങ്ങ് പോയിക്കൊണ്ടിരിക്കും, കുത്തിവിട്ടതുപോലെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് അമലിൻ്റെ മുഖത്ത് ഭയങ്കര സന്തോഷമുണ്ട്. അതുപോലെ തന്നെ അജയൊക്കെ അന്തം വിട്ടിങ്ങനെ നിൽക്കുവാണ്, ഒട്ടും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്നും പറഞ്ഞ് ടാറ്റയും കൊടുത്ത് നമ്മുടെ അമൽ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി ഇവളെ പരിഹസിച്ചിട്ട്. എടാ മോനെ, അത് ഈ സ്ത്രീയാണ് അച്ഛാ, രാധാമണി വാരസ്യാർ. ദേ എല്ലാ കണക്കുകൂട്ടുകളും തെറ്റിയപ്പോൾ അവരെ തന്നെ കൊണ്ടുവന്നുവെന്നും അജയ് കോടതി മുറിയിൽ വെച്ച് അജയ് ആ സ്ത്രീയെ പൊളിച്ചടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു ദയം അജയ് കാണിക്കരുതെന്നൊക്കെ പറഞ്ഞ് അജയുടെ കയ്യിലാണ് ഇനി എല്ലാവെന്നും പറഞ്ഞ് അപർണ പറയുമ്പം അതൊന്നും അല്ല ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് അജയ് അന്നേരം അപർണയോട് പറയുക. നിരഞ്ജനയും ഉണ്ണെത്താനും ജഡ്ജിനെ ചേംബറിൽ പോയി കണ്ടുവെന്നും അതുപോലെ രഹസ്യമായി മൊഴിയെടുക്കുന്ന കാര്യത്തെപ്പറ്റിയൊക്കെ അജയ് ഇവിടെ പറയാം. എന്തായാലും ഇതിൻ്റെ ഒരു ഭവിഷ്യത്ത് ഉണ്ടാകും. എന്തായാലും വേട്ടയാടപ്പെട്ടത് ആ പോയ സ്ത്രീയും വേട്ടക്കാരൻ അങ്കിളുമായിട്ട് തന്നെയാണ് ജഡ്ജിയുടെ മുന്നിൽ കാര്യങ്ങൾ ചെന്നിരിക്കുന്നതെന്നുള്ള കാര്യം അജയ് പറയുക. അങ്ങനെ അതെല്ലാം പറഞ്ഞ് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് അജയ് അങ്ങ് പോയി. അപ്പോൾ എല്ലാം നമ്മുടെ കൈവിട്ട് പോയല്ലോ അച്ഛാ, ആ സ്ത്രീ പറയുന്നതാണ് കോടതി മുഖവിലേക്ക് എടുക്കാൻ പോകുന്നത്. അച്ഛൻ വേഗം ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ അപർണ പറയാം. ഇല്ല ഞാൻ പോവില്ല, എൻ്റെ പേര് പടനിലത്ത് വിശ്വനാഥൻ തമ്പി എന്നാണെന്നും ഒറ്റ തന്തയ്ക്ക് പിറന്ന ഒറ്റ മോനാണ് ഞാനെന്നും തമ്പി പറയാം. തമ്പിയുടെ രോമത്തിൽ പോലും തൊടാൻ ഓരോ രാധാമണി വാരസ്യാരും വളർന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ തമ്പി സംസാരിക്കുമ്പോൾ അച്ഛാ വീരവാദം മുഴക്കാനുള്ള സമയമല്ല ഇത്, ചാനലുകാരും പോലീസുകാരൊക്കെ എത്തുന്നതിന് മുന്നേ അച്ഛനൊന്ന് പോകാൻ പറഞ്ഞു തമ്പിയോട് മോള്. അപ്പോൾ ഞാൻ എവിടെ പോവാനാടി, നിനക്ക് നിൻ്റെ അച്ഛനെ വിശ്വാസം ഇല്ലേ എന്ന് തമ്പി ചോദിച്ചു. തമ്പി ഒരു ഞാഞ്ഞൂലിനെയും കണ്ട് വരളാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കണം. തമ്പിയുടെ നട്ടലെ വാഴപ്പിണ്ടി അല്ല എന്നും തമ്പി പറയുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യേണ്ട ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് അപർണ അവിടെ കിടന്ന് തുള്ളുക. അപർണ അവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ദൈവമേ ഈ അച്ഛൻ ആരാണെന്ന് നിനക്കറിയില്ലടി മോളെ. എടി രാധാമണി, ഈ തമ്പിയെ നീ യഥാർത്ഥ രൂപത്തിൽ കണ്ടിട്ടില്ല. രാധാമണി, നീ ആദ്യം അറിഞ്ഞ പുരുഷനും നിൻ്റെ കുഞ്ഞിൻ്റെ തന്തയും അല്ലേടി ഞാൻ, വിശ്വനാഥൻ തമ്പി. ആ തമ്പിയെ നീ ഒറ്റോടി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകട്ടെ ഈ തമ്പി. ഈ സമയത്ത് നമ്മുടെ രാധാമണി അമ്മ ജഡ്ജിയുടെ മുന്നിൽ പോയിരിക്കാം. അപ്പോൾ വായിച്ച് കേട്ട വസ്തുതകൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് ജഡ്ജി ചോദിച്ചപ്പം കഴിഞ്ഞു എന്ന് രാധാമണി അമ്മ പറയുക. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാം, അതിലൊരു തടസ്സവും ഇല്ല എന്ന് ജഡ്ജി അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായിരിക്കണം എന്നും പറഞ്ഞു. അപ്പോൾ അമ്മ ഇങ്ങനെ ഇരുന്ന് തലയാട്ടിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ. ഈ പെറ്റീഷനിൽ പറയുന്ന പ്രകാരം നിങ്ങളുടെ പിതാവ് പരേതനായ മാധവ വാര്യരല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ ഓരോ കാര്യങ്ങളും ജഡ്ജി എടുത്തെടുത്ത് ചോദിക്കുക. അപ്പം തമ്പിയെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചു. അമ്മയൊന്നും മിണ്ടുന്നില്ല. ജഡ്ജി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എടുത്തെടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുക. പറയൂ, നിങ്ങൾക്ക് 21 വയസ്സുള്ളപ്പോഴത്തെ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. തമ്പി നിങ്ങളോട് അപമര്യാദയായി പെരുമാറിയ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പം അപ്പോൾ എനിക്കറിയില്ല എന്ന് നമ്മുടെ അമ്മ ജഡ്ജിയോട് പറഞ്ഞു. എന്താ നിങ്ങൾ പറഞ്ഞേ? അത് കേട്ടപ്പോൾ അച്ഛൻ അങ്ങനെ ഒരു പരാതി കൊടുത്ത വിവരം എനിക്കറിയില്ല എന്ന കാര്യം പറയാണ്. വിശ്വനാഥൻ തമ്പി നിങ്ങളെ ശാരീരികമായി പീഡിപ്പിച്ചു എന്ന് പറയുന്നതിൽ വല്ല വാസ്തവം ഉണ്ടോ എന്ന് ജഡ്ജി അമ്മയോട് ചോദിക്കുമ്പോൾ അമ്മ ഇങ്ങനെ ഇരുന്ന് വിഷമിച്ചിരിക്കുക കേട്ടോ. അമ്മയ്ക്ക് എന്ത് പറയണമെന്നറിയില്ല. ആ സമയത്ത് ഞാൻ അങ്ങനെ ഒരു സംഭവം ഓർക്കുന്നില്ല എന്ന് നമ്മുടെ അമ്മ പറയുക. അത് കേട്ടപ്പോൾ ജഡ്ജി പോലും അന്തം വിട്ടുപോയി. നിങ്ങൾ എന്താ ഈ പറയുന്നത് ചോദിച്ചു. അപ്പം നിങ്ങൾക്ക് മാനസികമായിട്ട് എന്തൊക്കെയും പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വിശ്വനാഥൻ തമ്പി നിങ്ങൾക്കറിയാമോ എന്ന് ചോദിക്കുമ്പം എനിക്കറിയാം എന്ന് പറഞ്ഞു. എങ്ങനെയാണ് നിങ്ങൾക്കറിയാവുന്നതെന്ന് ചോദിച്ചു. ജാനകിയുടെ കാല് വാരി സ്വന്തം അമ്മ തന്നെ. അയാൾ ഞാനിപ്പം നിൽക്കുന്ന വീട്ടിലെ
ഒരു മരുമകളുടെ അച്ഛനാണെന്ന കാര്യം അമ്മ ഇങ്ങനെ പറയും. അങ്ങനെ അതും പറഞ്ഞ് അമ്മ അതിൽ നിന്ന് ഒഴിവായി. ബഹുമാനപ്പെട്ട കോടതിയോട് എനിക്കിത് മാത്രമേ പറയാനുള്ളൂ എന്നും അമ്മ പറഞ്ഞു. ഞാൻ ഓർക്കുന്നില്ല എന്ന്. ഇത് കേട്ട് ജഡ്ജി വരെ അന്തം വിട്ടുപോയി. ജഡ്ജി അവിടെ എഴുതി വെച്ചു. രാധാമണി അമ്മ എങ്ങ് പോന്നു. ജാനകി അവിടെ കാത്ത് നിൽക്കുക കേട്ടോ അമ്മ വരുന്നത്. അതായത് തമ്പി എന്ന് അവഹേളിച്ച് ഓരോ കാര്യങ്ങളും അക്ക വിട്ട് എണ്ണി എണ്ണി ആലോചിച്ച്, അതായത് അപർണ തന്നെ പറഞ്ഞ കാര്യങ്ങൾ, അതിനുശേഷം തമ്പിയാണ് തൻ്റെ അച്ഛനെന്ന് ജാനകി അറിഞ്ഞ നിമിഷം, അമ്മയെ കണ്ട നിമിഷം, അങ്ങനെ ഓരോന്നും മനസ്സിലിട്ട് ആലോചിച്ച് തല പുകഞ്ഞിങ്ങനെ നിൽക്കുവാണ്. ആ സമയത്ത് അമ്മ ഇങ്ങനെ ഇറങ്ങിപ്പോരുമ്പോൾ ജഡ്ജി അവിടെ പറയുകയാണ്, വാദിക്ക് കേസിനാസ്പദമായിട്ടുള്ള ആ ഒരു കേസിൻ്റെ കാര്യത്തിൽ യാതൊരു വ്യക്തതയും ഇല്ലെന്നാണ് ബോധ്യപ്പെടുത്തിയിരിക്കുന്നത് കോടതിയെ. അതുകൊണ്ട് തന്നെ കോടതി ഈ ഒരു കേസ് തള്ളുകയാണെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ വിധി എഴുതി. തമ്പി അവിടെ കിടന്നങ്ങ് തുള്ളാൻ തുടങ്ങിയില്ലേ. ആ സമയത്ത് അച്ഛനൊരു മഹാസംഭവം തന്നെയാണ് കേട്ടോ എന്ന് അപർണ. വേറെ ആരെങ്കിലും ആണെങ്കിലേ ജീവനും കൊണ്ട് ഓടിയാനെന്നും അപർണ പറയുവാണ്. എവിടെ വാദിഭാഗക്കാർ, എനിക്ക് അവരെ ഒന്ന് കാണണമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അജയ് ഓടി വന്നിട്ട് അപർണയ്ക്ക് സന്തോഷമായില്ലേ എന്ന് ചോദിച്ചു. കേസ് നമ്മൾ ജയിച്ചു എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണ്. പക്ഷേ ഇവിടം കൊണ്ട് തീരുന്നില്ല എന്നുള്ളത് ഇവർ ചിന്തിക്കുന്നില്ല. എന്തായാലും അജയ് ആണെങ്കിൽ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് അങ്ങ് പോയി. അപ്പോൾ ഇവൻ നമ്മുടെ കാര്യത്തിൽ വലിയ ഗുണമൊന്നും ചെയ്തിട്ടില്ലടി മോളെ. ഇവനെ വെറും ഒരു വക്കീലായിട്ട് മാത്രം നീ കണ്ടാൽ മതി. ഇനിയുള്ള നമ്മുടെ കളികൾക്ക് ഒരായുധമായിട്ട് ഇവനെ നമുക്ക് വേണം. ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞുകൊണ്ട് തമ്പി അവിടെ നിന്ന് ഈ അജയുടെ അടുത്തേക്ക് പോകുമ്പോൾ അപർണ വലിയ ജയിച്ചു എന്നുള്ള മട്ടുമാതിരിയിൽ എവിടെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. എന്തായാലും കാത്തിരുന്ന് കാണാട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നന്ദി.